Welcome back to my channel Nachu Designz. ഞാൻ അസ്ന നസ്രീൻ. ഇന്ന് നമ്മൾ ഒരു പുതിയ സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ക്ലൗഡ് ഫില്ലിംഗ് സ്റ്റിച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലൗഡ് ഫില്ലിംഗ് സ്റ്റിച്ചിന് രണ്ട് കളർ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെല്ലോ ത്രെഡും ഓറഞ്ച് ത്രെഡും. നമുക്ക് ഈ ഡിസൈൻ ചെയ്യാൻ രണ്ട് ടൈപ്പ് കളേഴ്സ് വേണം. പിന്നെ ഞാൻ ഇവിടെ കോളും റോ പോലെ ഇങ്ങനെ വരച്ചേക്കാണ്. അപ്പോൾ ഞാൻ താഴത്തേക്ക് 11 ലൈൻസോളം വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈഡിലേക്ക് 13 ലൈൻസോളം. നമ്മൾ ചെയ്യുമ്പോൾ 1 ഡിജിറ്റ് നമ്പർ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും സുഖം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓഡ് നമ്പേഴ്സ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തത് 11ഉം 13 ആണ്. 1 ഡിജിറ്റ് നമ്പേഴ്സ് ആണത്. ആ നമ്പർ അങ്ങനത്തെ നമ്പേഴ്സ് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാനപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ലൈനിൻ്റെ ഈ പോയിന്റ്, നമ്മളുടെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ നമുക്ക് നമ്മളുടെ നീഡിൽ കുത്തി മുകളിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്നത് യെല്ലോ ത്രെഡ് വെച്ചിട്ടാണ്. എന്നിട്ട് താഴത്തേക്കാണ് ഇത് കുത്തുന്നത്. ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് നമുക്ക് വേറെ ത്രെഡിൻ്റെ അകത്ത് കൂടെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് താഴത്തേക്ക് നമ്മളുടെ നീഡിൽ കൊണ്ടുപോവാം. ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈൻ ലീവ് ചെയ്യണം. നമ്മൾ ഒരു ലൈൻ ലീവ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റിച്ചിലേക്ക് അത് എടുക്കുന്നത്. മുകളിലത്തെ ലൈനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ലൈനിൽ തന്നെയാണ് ചെയ്യണേ. സെക്കൻഡ് ലൈൻ ലീവ് ചെയ്തു. തേർഡ് ലൈനിലാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് എടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഡിസ്റ്റൻസ് വിട്ട് താഴത്തേക്ക് എടുക്കാം. നമുക്ക് ഈ ലൈൻ ലീവ് ചെയ്യാം. ഇനി അപ്പുറത്തുള്ള ലൈനിൽ നമുക്ക് നമ്മുടെ നീഡിൽ മുകളിലേക്ക് എടുക്കാം. നമുക്ക് എൻഡ് വരെ ഇതുപോലെ ചെയ്യാം. ഒരു ലൈൻ ലീവ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഓഡ് നമ്പേഴ്സ് എടുത്തത് ഇതുകൊണ്ടാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമുക്കൊരു സ്റ്റിച്ച് ചെയ്യാൻ പറ്റി. നമ്മൾ ഈവൺ നമ്പേഴ്സാണ് എടുത്തിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ലൈൻ ലീവ് ചെയ്ത് വെറുതെ ഇടേണ്ടി വരും. അതാണ് ഞാൻ ഇവിടെ ഓഡ് നമ്പേഴ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഫസ്റ്റിൻ്റെയും ഈ തേർഡ് ലൈനിൻ്റെയും ഈ സെൻറ്റർ ലൈനിലാണ് നമ്മൾ സെക്കൻഡ് ലൈനിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുക. ഈ പോയിന്റ് കണ്ടോ? അപ്പോൾ ഈ രണ്ട് സ്റ്റിച്ചസിൻ്റെയും സെൻറ്ററിൽ, അതുപോലെ തന്നെ എല്ലാത്തിലും ചെയ്യണം. ഈ രണ്ട് സ്റ്റിച്ചസിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുക. ഈ രണ്ട് സ്റ്റിച്ചസിനും സെൻറ്ററിൽ വെച്ച് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്നാണ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഓരോ ലൈൻ ലീവ് ചെയ്ത് നമുക്ക് ഇത് ലീവ് ചെയ്യാം, ഇവിടെ സ്റ്റിച്ച് ചെയ്യാം, അങ്ങനെ നമുക്ക് ചെയ്തു പോകാം. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നും ഒരു ലൈൻ ലീവ് ചെയ്തിട്ടാണ് അപ്പോൾ സ്റ്റിച്ച് ഉണ്ടാവുക.
നിങ്ങൾ അതും കൂടി ശ്രദ്ധിച്ച് നമുക്ക് ഈ സ്റ്റിച്ച് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്കിത് മൊത്തം ഇനി കംപ്ലീറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളുടെ ലാസ്റ്റ് സ്റ്റിച്ചും ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, താഴത്തേക്ക് വരുന്ന ലൈൻസ് ആയാലും ഇപ്പോൾ സൈഡിലേക്ക് നമ്മൾ വരച്ച ലൈൻസ് ആയാലും ഓരോ ബോക്സ് നമ്മൾ ലീവ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു ക്രോസ് പോലെയാണ് നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ ഉള്ള ത്രെഡ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് മാച്ചായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തത്. ഒരു സൈഡ് മാത്രമാണ് ഞാൻ ലോക്ക് ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പിന്നെ ചെയ്യണ പോലെ തന്നെ ഒരു സൈഡ് ഞാൻ ലീവ് ചെയ്തിട്ടേക്കാണ്. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നമ്മളുടെ നീഡിൽ മുകളിലേക്ക് എടുക്കാം. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞു ഈ ത്രെഡ്സിൻ്റെ അകത്ത് കൂടെ നമുക്ക് നമ്മളുടെ നീഡിൽ കൊണ്ടുപോകണം. അതാണ് ഞാൻ ഇച്ചിരി ഗ്യാപ്പ് അതിൻ്റെ അകത്ത് ഇട്ടെ. ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഈ ത്രെഡ് ഞാൻ എടുത്തു. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എടുത്താലാണ് ഇങ്ങനെ ഉണ്ടാവുക. ഇല്ലെങ്കിൽ നമ്മൾ റൈറ്റിൽ നിന്ന് ഇപ്പോൾ കുത്തിയെടുത്തിട്ട് എടുക്കുമ്പോൾ അത് മുകളിൽ കൂടി ആയിരിക്കും വരണ്ടാവുക. പിന്നെ നമുക്കിതൊരു സിഗ്സാഗ് പോലെയാണ് വേണ്ടത്. നമ്മൾ സെക്കൻഡ് ലൈനിൽ ഉള്ള ത്രെഡിൽ നമ്മൾ ത്രെഡിൻ്റെ അകത്ത് കൂടെ നമ്മൾ എടുത്തു. ഇതും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. വേണ്ടോ അപ്പ് ഡൗൺ അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. നമ്മൾ ടോപ്പ് മുകളിലത്തെ ലൈനിലുള്ള സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ നമ്മളുടെ നീഡിലെടുക്കും. നമ്മൾ പിന്നെ എല്ലാം ചെയ്യുന്നത് മുകളിൽ തന്നെയാണ്, താഴത്തേക്ക് കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്യലൊന്നുമില്ല. എല്ലാം മുകളിൽ കൂടെ ഇങ്ങനെ സിഗ്സാഗ് പോലെ കൊണ്ടുപോവാണ് ഓരോ യെല്ലോ ത്രെഡ്സിൻ്റെ അകത്ത് കൂടെ. ഇങ്ങനെ സിഗ്സാഗ് പോലെ നമുക്ക് പോകണം. അപ്പോൾ എല്ലാം ഡോട്ട്സിൻ്റെ അകത്ത് കൂടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ സ്റ്റിച്ച് പോകണ്ടാവുക. നമുക്ക് എൻഡ് വരെ ഇങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ലൈനിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നത് മുകളിലേക്കായിരിക്കും നമ്മളുടെ നീഡിൽ എടുക്കണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു സിഗ്സാഗ് പോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് നിൽക്കുന്നത് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ അവിടെ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ പോർഷനിൽ ഫസ്റ്റ് ലൈനിൻ്റെ പോർഷൻ നമുക്ക് താഴത്തേക്ക് നമ്മുടെ നീഡിൽ കൊണ്ടുവരാം. നമ്മൾ ചെയ്യുന്നത് ഒരു ലൈൻ ലീവ് ചെയ്തു, താഴത്തേക്ക് പോണതിൻ്റെ ഒരു ലൈൻ ലീവ് ചെയ്തിട്ട് തേർഡ് ലൈൻ ഫസ്റ്റ് സെക്കൻഡ് ലൈൻ നമ്മൾ ചെയ്തു. ഇനി തേർഡ് ലൈനിൽ നമുക്ക് റൈറ്റിൽ നിന്ന് നമ്മളുടെ സ്റ്റിച്ചിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് നമ്മളുടെ നെയിലിൽ മുകളിലേക്ക് എടുക്കാം. ഇനി നമ്മൾ ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മളുടെ നീഡിൽ കൊണ്ടുപോവുക. നമ്മൾ മുകളിൽ ചെയ്തപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആയിരുന്നു വരേണ്ടായിരുന്നത്. നമ്മൾ നീഡിൽ എടുക്കുന്നതിൻ്റെ ഡയറക്ഷനും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആയിരുന്നു. നമ്മൾ തേർഡ് ലൈനിൽ ചെയ്യുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കും. ഇനി അത് നമ്മൾ എടുത്തിട്ട് മുകളിലത്തെ സെക്കൻഡ് ലൈനിൻ്റെ അകത്ത് കൂടെ
നമ്മൾ ടോപ്പ് ഇപ്പോൾ ഡൗൺ അപ്പ് അങ്ങനെ ആയിരിക്കും നമ്മൾ പോകണ്ടാവുക. അപ്പോൾ മുകളിലത്തെ ലൈനിൻ്റെ അകത്ത് കൂടെ നമുക്ക് എടുക്കാം. ഇനി ഇവിടെയും നമ്മിങ്ങനെ സിഗ്സാഗ് പോലെ പോവും. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നത് ഡൗൺ അപ്പ് മുകളിൽ നിന്ന് താഴത്തേക്ക് അങ്ങനെ ആയിരിക്കും നമ്മൾ വരണ്ടാവുക. നമ്മൾ ഡൗണിൽ കൂടെ ചെയ്തു. ഇനി സെക്കൻഡ് ലൈനിൻ്റെ യെല്ലോ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ നമുക്ക് എടുക്കാം. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ക്രോസ് പോലെ വരുന്നുണ്ട്. ഈ സ്റ്റിച്ച് നമ്മൾ ഫില്ലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി. എല്ലാത്തിൻ്റെയും അകത്ത് കൂടെ നമുക്ക് ഇങ്ങനെ എടുക്കാം. നമുക്ക് ഇനി സ്റ്റിച്ചൊക്കെ നമ്മളുടെ ചുരിദാറിൻ്റെ ഒക്കെ പ്ലെയിൻ ചുരിദാറിൻ്റെ ഒക്കെ കുർത്ത ടോപ്സിലൊക്കെ നമുക്ക് ചെസ്റ്റ് പോർഷനിലൊക്കെ ഇങ്ങനെ വലുതാക്കി ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. നമുക്ക് നല്ല പല കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ എല്ലാം ലൈനിനും സെയിം കളറാണ് എടുത്തത്, ഓറഞ്ച് കളർ മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ ഇനി പല ലൈൻസിനും പല കളേഴ്സായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ 2 കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കളേഴ്സ് ചേഞ്ച് ചെയ്ത് ചെയ്യാം. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും. നമ്മളുടെ ഡ്രസ്സിലൊക്കെ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ചെസ്റ്റ് പോർഷനിലൊക്കെ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നെക്കിൻ്റെ പോർഷൻ ആയാലും നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്രോസ് പോലെ വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് വലിയ സ്റ്റിച്ചസൊക്കെ വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഇതിൻ്റെ അകം ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ കാട്ടിത്തരാം ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് തന്നെ വേണമെന്നില്ല, വലിയ ബീഡ്സ് വെച്ച് നമുക്ക് ഇതിൻ്റെ അകം മൊത്തം ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെയായാലും നമുക്ക് ഈ സ്റ്റിച്ചൊക്കെ നല്ല ഭംഗിയിൽ അട്രാക്റ്റീവിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ചെയ്യാൻ സിമ്പിളാണ്. പിന്നെ ഇതിന് ഇച്ചിരി നേരം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൂ. പിന്നെ നമ്മളിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ ലൈനും ലീവ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഓരോ ലൈൻ ലീവ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റിച്ച് വരുന്നത്. ഇപ്പോൾ യെല്ലോ സ്റ്റിച്ച് ആയാലും താരത്തേക്ക് ആയതായാലും സൈഡിലേക്ക് ആയതായാലും ഓരോ ലൈൻ ലീവ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. എന്നാലാണ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ, എന്നാലാണ് ഈ ക്രോസും വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത് നമ്മൾ ലീവ് ചെയ്താണ് ആ ലൈൻസില്ലേ, ആ ലൈൻസിലും പിന്നെ ഈ കൈറ്റ് പോലത്തെ ക്രോസ് പോലത്തെ ഷേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് സെൻറ്റർ പോർഷനിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നത്. ഈ ഫ്രഞ്ച് നോട്ടൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ചെന്ന് കണ്ട് ഫ്രഞ്ച് നോട്ടൊക്കെ എങ്ങനെ ചെയ്യാനെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സ്റ്റിച്ചസ് ഫ്രഞ്ച് നോട്ടിൻ്റെ നോട്ട് സ്റ്റിച്ചസിൻ്റെ വെറൈറ്റീസൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും വേണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഓരോ വെറൈറ്റി സ്റ്റിച്ചസും വീഡിയോസും ഒക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനും വരുന്നതാണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഫ്രഞ്ച് നോട്ട് ഇങ്ങനെ ബോർഡറിൽ മൊത്തം ചെയ്യാം. പിന്നെ നമുക്ക് ഈ സ്റ്റിച്ചസിൻ്റെ സെൻറ്റർ പോർഷനിലും നമുക്ക് ചെയ്തത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം.
നല്ല ലുക്കായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഫ്രഞ്ച് നോട്ട് ഇപ്പോൾ യെല്ലോ കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതിന് വേറെ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ടൈം നന്നായി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടി ആയാലും തന്നെ നമുക്ക് നല്ല ടൈമുണ്ട്. നമ്മൾ ചുരിദാറിലോ കുർത്തിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വലുതാക്കി വരച്ചിട്ടായിരിക്കുമല്ലോ ചെയ്യേണ്ടാവുക. നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ നല്ല ടൈം സ്പെൻഡ് ചെയ്ത് അതിൽ തന്നെ ഇരിക്കണം. എന്നാലാണ് ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി ഫ്രഞ്ച് നോട്ട് ഞാൻ ഒരെണ്ണം മാത്രം സെൻറ്ററിൽ വെച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ആ പോർഷൻ മൊത്തം ഫ്രഞ്ച് നോട്ട് വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. അപ്പം അത് വേറൊരു അട്രാക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്തെടുക്കാം എന്നൊക്കെ. ഒക്കെ നല്ല നമ്മളുടെ ഐഡിയ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കേണ്ടത്. നമുക്ക് വേറെ സ്റ്റിച്ചസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ സ്റ്റിച്ച് തന്നെ വേണമെന്നില്ല. ഒരാൾക്കാരുടെ ഐഡിയ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചിൻ്റെ ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ സ്റ്റിച്ച് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു ഫ്രഞ്ച് നോട്ട് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് നോട്ട് വെച്ച് മൊത്തം ഫില്ല് ചെയ്യുക, ഇല്ലെങ്കിൽ ബീഡ്സ് വെച്ചൊക്കെ ഫില്ല് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ കുർത്തേൻ്റെ ടോപ്പായാലും ചുരിദാർ ടോപ്പൊക്കെ ആയാലും നമുക്കിത് ആകെ മൊത്തം ഈ സ്റ്റിച്ച് യൂസ് ചെയ്ത് നമ്മൾ ചെസ്റ്റ് പോർഷനൊക്കെ ചെയ്യുമ്പോൾ നല്ല അട്രാക്റ്റീവ് ലുക്കായിരിക്കും. ഞാൻ പറഞ്ഞു പിന്നെ അത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ഏതൊക്കെ ഡിസൈൻ ആയിരിക്കും അതിന് യോജിച്ചെന്ന് മനസ്സിലാവുക. പിന്നെ നമ്മുടെ ദുപ്പട്ടയിലായാലും ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ദുപ്പട്ടേൻ്റെ ഫുള്ളും നമുക്കിങ്ങനെ സ്ക്വയർ ബോക്സ് പോലെ ഇട്ട് വരച്ച് നമുക്ക് സ്റ്റിച്ച് ഇതുപോലെ തന്നെ ചെയ്യാം. നല്ല അട്രാക്റ്റീവ് ലുക്കായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും വേണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയും വേണം. ഇതുപോലെ ഒരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.